സംഭവം ഇருக்கு. അപ്പോൾ ഇന്ന് നമ്മൾ ARM എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി സിനിമ ഇന്നലെയാണ് കണ്ടത്. ഇന്നലെ വളരെ ലേറ്റായി പോയി പടം കണ്ടു കഴിഞ്ഞപ്പോൾ. സോ അതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾക്ക് ഇത് റിവ്യൂ ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ARM ജിതിൻ ലാലിൻ്റെ ഫസ്റ്റ് പടമായിട്ട് വന്ന ARM ടൊവീനോയുടെ ട്രിപ്പിൾ റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. അല്ല, പടം പറയുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ പോലെ, നമ്മൾ ഇന്നലെ കണ്ട തിയേറ്ററിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നുണ്ട്. അത് നമ്മുടെ റിവ്യൂവിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് എസ്പെഷ്യലി 3D, നിങ്ങൾ ഈ സിനിമ 3Dയിൽ പോയി കാണുക. അപ്പോൾ 3D കാണാൻ നേരത്ത് അത് നല്ലൊരു തിയേറ്റർ അതിനെ സെലക്ട് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് സ്ക്രീനിന് നല്ല ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീൻ. കാരണം 3D ഗ്ലാസ് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഇത് ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ളൊരു തിയേറ്ററിലാണ് ഈ സിനിമ 3Dയിൽ കാണുന്നതെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപ്പറ്റി പറയുകയാണെങ്കിൽ പടം കൊള്ളാം. ഒരു തിയേറ്ററിൽ വർത്ത് വാച്ചാണ്. ഓവറോൾ രസം ഉണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്, ഫാമിലി ആയിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ARM ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാര്യം അത് ഒരു ഫാമിലി ആയിട്ട് പോയി 3Dയിൽ സിനിമ കാണാൻ ചെന്നിരുന്നാൽ ഒരു മുത്തശ്ശിക്കഥ പോലത്തെ ഒരു പടം, അതും ഒരു നല്ല സ്കെയിലിൽ നമുക്ക് കാണാനുള്ള ഒരു തിയേറ്ററിൽ, അത് മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരിക എന്നുള്ളത് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതും ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് നമ്മൾ സാധാരണ യൂഷ്വലി നമ്മൾ ഫസ്റ്റ് ടൈം ഫിലിം മേക്കേഴ്സ് എല്ലാവരും ചെയ്യുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പടമായിരിക്കും. പക്ഷേ ഇതിവിടെ ഒരു ഇത്രയും വലിയൊരു പടം എടുത്ത് ചെയ്ത് അതിന് ഇങ്ങനൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൽ ജിതിൻ ലാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ശരിക്കും അതെ. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ തന്നെ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും പടത്തിലുണ്ട്. ഈ സ്കെയിൽ ഹാൻഡിൽ ചെയ്യുക, ആദ്യ പടമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ്. അപ്പം ഈ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വന്ന ഫിലിം മേക്കിങ്ങിൽ നിന്ന് വന്ന ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് നമുക്ക് കിട്ടി. അതിലൊരാൾ കൂടെയാണ് ജിതിൻ ലാൽ. അതെ, ഒരു കമനീയ ശേഖരമുണ്ട്. അല്ല, കഴിഞ്ഞ 8 വർഷം പുള്ളി അധ്വാനിച്ചത് പടത്തിൽ കാണാം. പുള്ളി ഇത്രയും നാളും ഈ സിനിമ, കാരണം ഇത്രയും നാൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം ഇതാണ് അദ്ദേഹമാണ് ഡയറക്ടറെങ്കിൽ അദ്ദേഹത്തിന് A to Z കാര്യങ്ങൾ ഈ സിനിമയെ പറ്റി അറിയാൻ പറ്റും. ഒരുപാട് പേരുടെ സജഷൻസ് ചോദിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതെ. അതായത് ഈ കഥ ഒരുപാട് പേരോട് നരേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥ നരേറ്റ് ചെയ്ത അത്ര ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സും ഇതെല്ലാം ഈ സിനിമയിൽ പല രീതിയിൽ അദ്ദേഹത്തെ ആസ് എ ഡയറക്ടർ പുള്ളി അതിനെ എല്ലാത്തിനും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ശരിക്കും ഇപ്പോൾ നമ്മളൊരു വിഷനറിയാണ് പുള്ളി, അതെനിക്ക് മനസ്സിലായി. കാരണം പുള്ളിയുടെ ഒരു മനസ്സിലൊരു സംഭവം, പുള്ളിക്ക് കുറച്ചുകൂടെ ബജറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു വലിയ പടം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് ഹാൻഡിൽ ചെയ്യും നല്ലപോലെ. കാര്യം അതിനുള്ള ഒരു തലയുള്ള മനുഷ്യനായിട്ട് ഈ സിനിമ കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ടൊവീനോയുടെ പെർഫോമൻസിൽ എനിക്ക് പേഴ്സണലി നമുക്ക് എടുത്തു പറയേണ്ടത് മണിയൻ എന്ന ക്യാരക്ടറാണ്. 3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പം ഒരു ക്യാരക്ടറിന് കുറച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കാനുള്ള സ്പേസേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ആ ക്യാരക്ടർ. പിന്നെ വേറൊരു ക്യാരക്ടറാണ് കഥ കൊണ്ടുപോകുന്നത്. ബട്ട് അതും നമ്മൾ ടൊവിനോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു വേർഷൻ അല്ല. അജയന്റെ വേർഷൻ നമ്മൾ ഈ ലാസ്റ്റ് വന്നൊരു പടം ഉണ്ടായിരുന്നല്ലോ, മറ്റേ എന്തായിരുന്നു പടത്തിന്റെ പേര്? അതെ, മറ്റേ ഡോക്ടർ ബിജുവിന്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കണ്ടിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ആണ് അതും. പക്ഷേ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ടൊവിനോയെ കാണാൻ കുറച്ച് പാടാണ്. അത്രയ്ക്ക് വേരിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ്, ടൊവിനോയുടെ ആ ഒരു മണിയൻ എന്ന പെർഫോമൻസ്. 3 ക്യാരക്ടറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ക്യാരക്ടേഴ്സായിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ മണിയനാണ് ശരിക്കും നമുക്ക് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ അവിടെ ഈ ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ സ്ക്രീൻ സ്പേസ് ആ ക്യാരക്ടറിന് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. ഉള്ളതിൽ സ്ക്രീൻ സ്പേസ് കൂടുതൽ അജയനാണ്. അജയൻ നടത്തുന്ന 2 മോഷണങ്ങളെ ബേസ് ചെയ്ത് അതെന്താണ് അജയൻ 2ാം മോഷണം എന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം. അതെ, ഒന്നാം മോഷണം അറിയണമല്ലോ. അല്ല, മീൻസ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം സിനിമയിൽ തന്നെ എന്താണ് 2ാം മോഷണം എന്ന് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും അത് എന്താണെന്നുള്ളത് അത് സിനിമ കാണുമെന്ന് മനസ്സിലാവും. പിന്നെ ഫീമെയിൽ ലീഡായിട്ട് വന്നിട്ടുള്ള ഐശ്വര്യ രാജേഷ്, ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ ഐശ്വര്യ രാജേഷ്, സുരഭി, പിന്നെ കൃതി ഷെട്ടി. അതിലാണെങ്കിലും ഇപ്പൊ ഐശ്വര്യ രാജേഷിന്റെ ഓപ്പോസിറ്റ് വരുന്ന ടൊവിനോയ്ക്കും ഈ ഐശ്വര്യ രാജേഷിനും കുറച്ച് സ്ക്രീൻ സ്പേസ് കുറവാണ്, വളരെ കുറവാണ്. എസ്പെഷ്യലി ഐശ്വര്യ രാജേഷിന് വളരെ കുറവാണ്, സീനുകളുടെ എണ്ണം വളരെ കുറവാണ്. 3 സീൻ ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ്. അപ്പൊ അതിനുശേഷം സുരഭിയുടെ റോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ആക്ച്വലി കുറെ കൂടി ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ ആക്ടിങ് സ്പേസ് ഉള്ളത് സുരഭിയുടെ റോളാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവര് പിന്നെ എന്ത് റോൾ കൊടുത്താലും സുരഭിയുടെ ക്യാരക്ടറാണ്. അതെ, ഇത് കാസ്റ്റിംഗ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാസ്റ്റിംഗ് ആയിരുന്നു, ടൊവിനോയ്ക്ക് ഓപ്പോസിറ്റ് സുരഭി എന്ന് വരുന്നത്. അത് പക്ഷേ ഓൺ സ്ക്രീൻ മണിയനായിട്ട്
മണിയന്റെ പേരായിട്ടാണ് വരുന്നത്. അതെ, നമ്മൾ ടൊവിനോയായിട്ട് കണ്ടതുകൊണ്ടാണ് ആ പ്രശ്നം. പക്ഷേ ഇത് മണിയനായിട്ട് വന്നപ്പോഴത്തേക്കും അത് വളരെ അവരുടെ പേരിങ്ങനെ ആ കെമിസ്ട്രി കൊണ്ട് വർക്ക് ആയിട്ടുണ്ടാവും. പിന്നെ കൃതി ഷെട്ടി അതെ ആ ക്യാരക്ടർ ബേസിക്കലി ഭയങ്കര സിമ്പിൾ ലൈനാണ്, സിമ്പിൾ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ എന്നുള്ള സംഭവമാണ്. കുറച്ചൊരു വൺ നോട്ട് ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും അത് വൃത്തികേടാക്കിയിട്ടില്ല അവർ വന്നത്. ഇപ്പൊ ഇവരുടെ 2 റൊമാൻസ് സീനാണെങ്കിൽ പോലും കാണുമ്പോൾ എസ്പെഷ്യലി പൊതുവെ ലിപ്സിംഗ് അതൊക്കെയാണ് മോശമാക്കുന്നത് സാധനം. എസ്പെഷ്യലി ഇപ്പൊ സിനിമയിൽ ഇങ്ങനെ നമ്മളെ റൊമാൻസ് സീനുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് ക്രിഞ്ചടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇവർക്ക് ഇത് അത്രയും ലൈനിൽ പോവാതെ അത് വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ, പക്ഷെ എന്നാലും അത് വൃത്തിയായിട്ട് അങ്ങ് പോവാം അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പിന്നെ ആ ക്യാരക്ടറിന് ഇങ്ങനെ പടത്തിൽ ഇങ്ങനെ ചുമ്മാ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതല്ലാതെ കഥയായിട്ട് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവരുടെ ഒരു ട്രാക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് പടത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല അതെന്നൊരു. പിന്നെ ഓവറോൾ ടെക്നിക്കലി അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ വൈസ് എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ള ബഡ്ജറ്റ് അവരിങ്ങനെ വളരെ ഇൻ്റലിജൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസ് കുറച്ച് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്, ചില സീക്വൻസ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് അവർ ക്യാഷ് സ്പെൻഡ് ചെയ്തേക്കുന്നത്, ഇവിടെ കുറച്ച് ടൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡ്. ഇപ്പം മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് ദിബു നൈനാൻ തോമസിൻ്റെയാണ് മ്യൂസിക്. അത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പം ശരിക്കും ഒരു നമ്മളിപ്പോൾ ദിബു നൈനാൻ്റെ അധികം പടങ്ങൾ അല്ലെങ്കിൽ നമ്മളങ്ങനെ കാണാത്തതുകൊണ്ടായിരിക്കണം ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അത് ഫ്രഷ് ആയിരുന്നു. അതാണ് അതായത് നമ്മൾ സ്ഥിരം ഇങ്ങനെ ഒരു പടത്തിലെ മിക്ക സ്ഥലത്ത് ഈ ഫോക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നാടൻ പാട്ട് എന്തൊക്കെയോ മോഡേൺ എലമെന്റ്സ് ഒരുപാടുണ്ട്, മോഡേൺ എലമെന്റ്സ് ഒരുപാട് തോന്നുന്നു. കാരണം സാധാരണ ഇങ്ങനെ ഫോക്ക് മുന്നിട്ട് നിൽക്കേണ്ടതാണ്, പക്ഷെ ഇത് കുറച്ചൊരു മിക്സ് ഉണ്ടായിരുന്നു. അത് ചിലപ്പം ചില ഓഡിയൻസിന് അത് ഫ്രഷ് ആയി തോന്നാം, ചില ഓഡിയൻസിന് അത് ചേർച്ചക്കുറവും തോന്നിക്കാൻ തോന്നുന്നു. അത് പക്ഷേ അത് എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കും ഭയങ്കര കാരണം പടത്തിനെ ഇവിടെ ഇങ്ങനെ ലോ ആയി പോകാൻ നിൽക്കാതെ ഇങ്ങനെ BGMൽ ആക്ച്വലി പടത്തിന് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം. ഒരുപാട് ലിഫ്റ്റ് ചെയ്യാനും അത് സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റേ എനിക്ക് തോന്നുന്നു മണിയന്റെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ മൊത്തത്തിൽ, അവിടെ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അവിടെ എനിക്ക് കുറച്ച് സ്ഥലത്ത് എനിക്ക് ഭയങ്കര അത് നല്ലൊരു ഇമ്പാക്റ്റ് തോന്നിയൊരു പോർഷൻ ആയിരുന്നു പടത്തിൽ ത്രൂ ഔട്ട്. ആ കൗങ്ങും തോട്ടത്തിലുള്ളൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ രാത്രി, ഇൻട്രോ അല്ല മണിയൻ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവുന്ന ഒരു ആക്ഷൻ സീക്വൻസ് നടക്കുമല്ലോ. അപ്പോൾ ആ ആക്ഷൻ സീക്വൻസിൻ്റെ ആ പോർഷൻസ് ബേസിക്കലി അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അതിങ്ങനെ തിയേറ്ററിൽ ഈ വിത്ത് എഡിറ്റ് മ്യൂസിക് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഫൈനലിൽ കാണാനൊരു ആ ഒരു പോർഷൻ എനിക്ക് കുറച്ച് കൂടുതൽ രസമായിട്ട് തോന്നിയൊരു പോർഷനായിരുന്നു. ഈ പടത്തിനൊരു മെയിൻ പോസിറ്റീവ് എനിക്ക് തോന്നിയത് ഈ സാധാരണ മലയാളം പടത്തിൽ ഭയങ്കര റയറായിട്ട് കാണുന്ന, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഹൈ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത പടം. സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒരുപാട് സമയം എടുത്ത് സെറ്റ് ചെയ്യാനൊന്നും പോകാതെ പെട്ടെന്ന് അല്ല അത് ഭയങ്കര രസമുണ്ട്. 2 ക്യാരക്ടറിന്റെ ഇൻട്രോ സീക്വൻസ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആക്ച്വലി വലിയ സ്കെയിലാണ്. പിന്നെ നമ്മളൊരു നാട്ടിൻപുറത്തെ ചെറിയ കഥയിലേക്ക് ചുരുങ്ങും കുറച്ച് നേരത്തേക്ക്. അതാണ് ഈ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പടത്തിൽ നമ്മളെ കയറ്റും, മറ്റേ ഭയങ്കരമായിട്ട് ഹൈ മൊമെന്റിൽ നമ്മളെ കയറ്റും. തുടക്കം അവസാനമാണ് ആ സ്കെയിൽ ഫീൽ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു നമ്മുടെ മീശമാധവനൊക്കെ ലൈനിലൊരു നാട്ടിൻപുറം അങ്ങനത്തെ കുറച്ച് അവിടുത്തെ കുറച്ച് ആൾക്കാർ എല്ലാവരുമായിട്ട് എനിക്കൊന്ന് ആ കാലഘട്ടത്തെ ഫിൽം മേക്കിംഗ് ഉണ്ടായിരുന്നു ആ ഒരു പോർഷന്. ആ നാട്ടിൻപുറം കാണിക്കുമ്പോഴത്തേക്കും ആക്ച്വലി മീശമാധവനിലെ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ലൈൻ ഓഫ് രീതി എനിക്ക് തോന്നി കുറച്ചൊക്കെ. അത് എനിക്ക് മൊത്തത്തിൽ ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ ഈ മൂഡില്ലേ, ആ മൂഡ് എനിക്ക് നമുക്ക് നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഫിൽം മേക്കിംഗ് സ്റ്റൈൽ അല്ല ആ മൂഡിന് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അതായത് ആ മൂഡിൽ സിനിമ കണ്ടപ്പം അവിടെ ഇത് കൊള്ളായിരുന്നല്ലോ എന്നൊരു തോന്നൽ എനിക്ക് അവിടെ ആ മൂഡിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നി. ആക്ച്വലി ആ ലൈൻ ഓഫ് പടങ്ങളാണ് ബേസിൽ ജോസഫ് എപ്പോഴും പിടിക്കാറ്. അതിന്റെ ശിക്ഷനാണല്ലോ ബേസിൽ ജോസഫ് കുറച്ചും കൂടെ കൂടുതൽ ഹ്യൂമർ പാർട്ട് ഇതിനകത്ത് ആശാനെ കൊടുത്തിരിക്കുന്ന റോള് രസമായിട്ട് പോകുന്നത്. അതെ, അത് രസമായിട്ടുള്ള റോളായിരുന്നു പുള്ളിയുടെ ചെയ്തിരിക്കുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമോട്ടോഗ്രാഫി ജോമോൻ ജോൺ. ബേസിക്കലി ഞാൻ ജോമോൻ്റെ വലിയൊരു ഫാനായിരുന്നു, അപ്പം ഫാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം ജോമോൻ ചെയ്യുന്നൊരു വലിയ മലയാളം സിനിമ എന്ന ലെവലിലൊരു ഇച്ചിരി പ്രതീക്ഷ കൂടുതലുണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. സിനിമാറ്റോഗ്രഫി വൈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നില്ല. പ്രത്യേകിച്ച് ഈ ഡയലോഗ് സീൻസ് വരുമ്പോൾ കുറച്ചധികം ബേസിക് ഷോട്ടുകൾ പോലെ തോന്നി. കുറച്ച് എസ്റ്റാബ്ലിഷിങ് ഷോട്ടുകൾ കുറവ്. അത് ചിലപ്പം ഒന്നെങ്കിൽ ബഡ്ജറ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടറുടെ ഡിസിഷൻ ആയിരിക്കാം, അത് ഇതിങ്ങനെ മതി. പക്ഷേ ചില സീക്വൻസ് എസ്പെഷ്യലി മറ്റേ ക്ലൈമാക്സ് ഫൈറ്റ് സീനില്ലേ, അത് കുറച്ച് നല്ല രീതിയിൽ റോബോട്ടിക് ആം യൂസ് ചെയ്ത പോലെ ഫീൽ ചെയ്തായിരുന്നു ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീൻസ് ഒക്കെ. അപ്പം ഇച്ചിരി മിക്സ്ഡ് ആയിട്ട്, അതായത് അത് ഏതാ മറ്റേ കളരി അത് തന്നെ. ഓക്കെ, അതിനകത്തുണ്ട് ആക്ച്വലി ഉണ്ടായിരുന്നു മറ്റേ കുറച്ച് പോർഷൻസിൽ അത് കഴിഞ്ഞ് പിന്നെ ക്ലൈമാക്സിന്റെ മേജർ വലിയൊരു ആക്ഷൻ ക്ലൈമാക്സ് വിളിക്കാം. പിന്നെ നായികയെ വളരെ ഭംഗിയായിട്ടാണ് ലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആ പാട്ട് മറ്റേ പൂവേ ആ പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അത് വിഷ്വലി കാണാനും കേൾക്കാനും ഭയങ്കര രസമുണ്ടത്.
പിന്നെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് വിക്രം മോറും ഫീനിക്സ് പ്രഭു രണ്ടുപേരാണ് ചെയ്തിരിക്കുന്നത്. വിക്രം മോർ നമ്മുടെ കാന്താരയുടെയൊക്കെ ആക്ഷൻ ത്രോട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സിൻ്റെ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ്സിന് ഒരു ക്ലൈമാക്റ്റിക് ഫൈറ്റിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. രണ്ടുപേര് വരുമ്പോഴത്തേക്കും സാധാരണ കുറച്ച് വരുന്നതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. കുറച്ച് മോഡേൺ ടച്ചുള്ള ഒരു പഴയകാല ഫൈറ്റ് രസം ഉണ്ടായിരുന്നത്. 90s അല്ലേ ആ കാലഘട്ടം? 90s കാലഘട്ടം കാണിക്കുന്നത്. അതെല്ലാം പക്ഷേ പടത്തിന്റെ ആ കാലഘട്ടത്തുമായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്ന രീതിയിലാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആക്ഷൻ സീക്വൻസ് ആണ് ആ മണിയൻ്റെ ആ സീക്വൻസ് ഉണ്ടല്ലോ. ഇവർ ആ ഒരു കൗങ്ങ് തുടർന്നോട് ഇത്ര നാട്ടുകാരെല്ലാവരും കൊണ്ടുള്ള ഒരു സീക്വൻസ്, അത് ഭയങ്കര അച്ഛനും മോനും ആ സീക്വൻസ് ഉണ്ട്. അത് ഇങ്ങനെ ജനറൽ കൊച്ചുമോനും അത് ആക്ച്വലി ഇങ്ങനെ അതേ സാധനം തന്നെ റിപ്പീറ്റ് ആവുന്ന ഒരു ഫീൽ. രസമുണ്ടായിരുന്നു അത് ഭയങ്കര. കാരണം അത് ശരിക്കും വീണ്ടും ഇത് കാലത്തിന് ശേഷം ഇത് വീണ്ടും ഇങ്ങനെ നടക്കുന്നു എന്നുള്ള എലമെന്റ് അത് കുറച്ച് നല്ല. ആക്ച്വലി ഓവറോൾ സിനിമ എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കഥ പറയുന്നുണ്ട്. നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഒരു കഥ കേൾക്കാൻ പറ്റും. സാധാരണ ഇങ്ങനെയുള്ള പടങ്ങൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ ഇവിടെയും കുറച്ച് ആക്ഷൻ സീന്, കുറച്ച് മാസ്, അതൊക്കെ വരുമെന്നുള്ളതല്ല, അത് കഥയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു കഥ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോയിന്റിൽ തുടങ്ങി ഇങ്ങനെ ഒരു സാധനം, അതൊന്നും പറയുന്നില്ല, അത് തിയേറ്ററിൽ പോയി കാണാം. ഒരു സാധനത്തിനെ ബേസ് ചെയ്ത് ഒരു കാലഘട്ടങ്ങളുടെ, ഇപ്പം തുടക്കം ലാലേട്ടൻ്റെ ഒരു വോയിസ് ഓവർ ഉണ്ട്. അതിൽ നിന്ന് തന്നെ കാലം ഒരു നല്ല രസകരമായ ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഒരു 4 കാലഘട്ടത്തിലൂടെയുള്ള കഥ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമ്മളത് നോൺ ലീനിയർ ആയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്താലും നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ ഇത് കടന്നു പോകുന്നു, അതെന്തൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഒരു നാടിനെ മൊത്തം എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ രസമുണ്ട് അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് എലമെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ എലമെന്റ്സും പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൻ്റെ സ്കെയിലായാലും എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാകും. അതിങ്ങനെ ഒന്നെങ്കിൽ ഡയറക്ടറുടെ ഫസ്റ്റ് പടം ആയതുകൊണ്ടും ഒരുപാട് രസകരമായ എലമെന്റ്സ് വരുന്നുണ്ട്. പക്ഷേ നമുക്കത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ അഡ്വഞ്ചർ ഒരു എലമെന്റ് ഇല്ലേ ഇടയ്ക്ക്, അതായത് ഒരു സാധനം എടുക്കാൻ, അപ്പം അതും ഭയങ്കര പുതുമയാണ് മലയാള സിനിമ. ഫുള്ളി അതിന്റെ 100% അതിന്റെ ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ നമ്മളത് കൊള്ളത്തില്ല എന്ന് പറയാനും മാത്രം മോശമല്ല. അത് വിഷ്വലി ആ സാധനം കാണുമ്പോൾ നമുക്ക് കുറച്ച് അതിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പുതുമയുണ്ട് ത്രൂ ഔട്ട് പടത്തിനൊരു പുതുമയുണ്ട്. പക്ഷെ നമ്മളത് കുറെ കൂടെ ഇപ്പൊ പുള്ളിയുടെ തന്നെ അടുത്ത പടത്തിന് നമുക്ക് കുറെ കൂടെ പ്രതീക്ഷ തരുന്ന രീതിയിലാണ് ഈ പടം എൻഡ് ചെയ്യുന്നതെന്ന് വേണേൽ പറയാം. ഒരു വലിയൊരു എഫേർട്ടാണ്. പക്ഷെ അത് 100% നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് വളരെ പ്രതീക്ഷയോടാണ് പുള്ളിയുടെ. പക്ഷേ ഈ എഫേർട്ടിന് നമ്മൾ കൈയടിക്കാം. കാര്യം ഇത് ചെറിയൊരു എഫേർട്ട് അല്ല. ഇവൻ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതേപോലെ ഇതിന് സമാനമായിട്ടൊരു പടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒടിയനായിരിക്കും. അപ്പോൾ ഒടിയനിൽ പോലും നമുക്ക് ഒടിയൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് കേട്ട് പറഞ്ഞ ഈ ഒടിയൻ കഥകൾ വെച്ച് നോക്കിയാൽ ആ പടം എങ്ങനെ എത്തേണ്ട സിനിമയാണെന്നാണ് നമുക്ക്. പക്ഷേ ഒടിയൻ ഈ ഒരു ലൈൻ ചെയ്തിരുന്നത് ബെറ്റർ പടമായി മാറി. ഒടിയൻ നമ്മൾ കുറച്ചുകൂടി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അത് അത്രയും ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല. അതെ, അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത് കമ്പയർ ചെയ്യല്ല. ബേസിക്കലി നമുക്ക് ഇതുമായിട്ട് ചർച്ച നോക്കിയാൽ ഇതിന്റെ ഒരു സിമിലർ ഒരു പാറ്റേൺ ഉള്ള പടമാണ് ഒടിയൻ. അപ്പോൾ ഒടിയൻ ബേസിക്കലി നമുക്ക് ഭയങ്കര നിരാശ സംബന്ധിച്ച സമയത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ ബെറ്റർ, ഒരു 10 times ബെറ്റർ പടമാണ്. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ. അതെ, തിയേറ്ററിൽ നിന്ന് നിങ്ങൾ ഏറാം കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും. കാരണം നിങ്ങൾ കണ്ട പടം ഒരു ഭയങ്കര വർത്ത് വാച്ചായിട്ട് ഫീൽ ചെയ്യും. കാണാനും ഒരുപാട് രസകരങ്ങളുണ്ട്. അത് ഭയങ്കര നല്ല കഥകൾ കേൾക്കാനുണ്ട്. അപ്പം കുറച്ച് നല്ല എലമെന്റ്സ് ഉണ്ട്. വിഷ്വലി കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം ഒരു പാക്ക് ചെയ്യാൻ ശ്രമിച്ചൊരു പടം. അതെ, പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് ഈ സിനിമ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് വർക്ക് ആവണം എന്നുള്ള, അല്ല അവർക്ക് വേണ്ട എല്ലാ എലമെന്റുകളെയും ഇതിനകത്ത് പ്ലേസ് ചെയ്യുകയും വേണം. മാസ് എലമെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു ഭയങ്കര ഒരു ഹൈ മൊമെന്റിലേക്കല്ല പോണത്. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ യൂഷ്വലി അതിങ്ങനെ ചിലപ്പോൾ സിനിമയിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരുമ്പോൾ കുറച്ച് കൂടുതൽ ഹീറോയിക് ആയിട്ട് ഒരു ജനറിക് മാസ് പടമായിട്ട് പോകാത്തതിലുള്ള സന്തോഷമുണ്ട്. എന്നാൽ ഈ ഒരു ഫോക്ലോർ പറയുമ്പം നമുക്ക് എത്തേണ്ട ഒരു ഹൈ ഉണ്ട്. അവിടെ എത്താത്തതിലുള്ള ചെറിയൊരു, അവിടെ എത്തിയില്ല പക്ഷെ എത്തും. പുള്ളിയുടെ ഡെഫിനറ്റ്ലി പടങ്ങളിൽ എത്തും. പക്ഷേ എനിക്ക് മനസ്സിലായത് പുള്ളി അടുത്ത് ചെയ്യുന്ന പടങ്ങൾ നമ്മൾ ശരിക്കും ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാര്യം ഈ മനുഷ്യന് കുറച്ച് പണിയറിയാം. ഇപ്പം നമ്മളിവിടുന്ന് മലയാള സിനിമയ്ക്ക് ഒരു ഭയങ്കര വലിയ റീച്ച് ഈ ഒരു വൈഡർ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഈ വലിയ മൂവീസ് ചെയ്യാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കും, ജിതിലാലിനെ കൊണ്ട് പറ്റുമെന്നാണ് ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ പടം ഇപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു നെഗറ്റീവ്സ് പടത്തിൻ്റെ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം മെഗഫിൻ എന്ന് പറയും. അതായത് ഒരു പടം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ എലമെൻറ്റ്. ഈ എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പടവും അതിൻ്റെ ക്യാരക്ടേഴ്സും പ്ലോട്ടും ഒക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഇതിനകത്തൊരു മെഗഫിൻ ഉണ്ട്. അപ്പോൾ ആ മെഗഫിൻ എന്ന ആ സംഭവത്തിൻ്റെ പവേഴ്സ്, അതിനൊരു ശക്തി ഉണ്ടെന്ന് ത്രൂ ഔട്ട് പറയുന്നതല്ലാതെ നമ്മളത്
അതിലേക്ക് എത്തുന്ന കുറച്ച് ലേറ്റ് ആയിട്ട് അതിനൊരു ക്ലാരിറ്റി ഇല്ല. അത് എന്താണ് അതിന്റെ കൃത്യമായ പവേഴ്സ്. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിങ്ങോടുകൂടി ഇത് കണ്ടിരിക്കാം. അപ്പൊ ഇത് ഇയാളുടെ കയ്യിൽ കിട്ടിയാൽ അങ്ങനെ ആവുമല്ലോ, ഇത് ഇയാളുടെ കിട്ടിയാൽ അങ്ങനെ ആവുമല്ലോ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതാരും പടത്തിലൂടെ മെൻഷൻ ചെയ്യുന്നില്ല. അത് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അതല്ല കറക്റ്റ് പോയിന്റ് എത്തുമ്പോഴാണ് പക്ഷെ അത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. അപ്പം അത് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നില്ല, എന്നാലും പടം അങ്ങനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് റിവീൽ ചെയ്യാമെന്നായിരിക്കും ഒരു ഡിസിഷൻ ആയിരിക്കും എടുത്തിരിക്കുക. അതേപോലെ തന്നെയാണ് ഈ പടത്തിനകത്തൊരു ഒരു സ്പെസിഫിക് പോയിന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വില്ലൻ എന്ന് വേണേൽ പറയാം. ഒരു സെറ്റ് ഓഫ് വില്ലൻസ് ഉണ്ട്. അവരത്രയ്ക്ക് സ്ട്രോങ് അല്ല വില്ലൻസ്. ഒരു നായകനെതിരെ ഒരു വില്ലൻ എന്ന് വേണേൽ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു നെഗറ്റീവ് ഫോഴ്സ്. പക്ഷെ അത് അത്ര ഇൻട്രസ്റ്റിംഗ് ഒരു വില്ലൻ അല്ല, ഒരു ജനറിക് വില്ലനാണ്. അതായത് നമുക്ക് ഈ ക്യാരക്ടർ വരുമ്പോൾ തന്നെ ഇതാണ് അയാളുടെ ഉദ്ദേശം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. രണ്ട് വില്ലൻ ഉണ്ടെന്ന് പറയാം. നായികയുടെ അവിടുന്ന് ഒരു വില്ലൻ എന്ന് വേണേൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ അതൊരു അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ മറ്റേ ഇടയ്ക്ക് കുറച്ച് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതോ നമ്മുടെ തിയേറ്ററിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല. അത് ഇടയ്ക്കൊരു ജംപ് കട്ട്സ്, അതായത് ഡയലോഗ് സീനിലൊക്കെ തന്നെ ഒരു ഷോട്ടിൽ തന്നെ പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുന്ന ഒരു സംഭവം കുറച്ച് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല, അറിയില്ല ജംപ് കട്ട്സ്, കുറച്ച് ഫ്രെയിമുകളുടെ ഇഷ്യൂസ്. അത് തിയേറ്ററിന്റെ ആണോ എന്നറിയില്ല. ഇപ്പൊ ഒന്നുകൂടെ എന്താ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി. അതെ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നു. അപ്പോൾ ഈ ഓണക്കാലത്ത് ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ പോയി തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ് ARM, അജയൻ്റെ രണ്ടാം മോഷൻ.